പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ വെച്ച് നടത്തിയ ആ ഉപദേശങ്ങൾ വെറുമൊരു ചെലവ് ചുരുക്കൽ പ്രസംഗമായി കണ്ട് തള്ളിക്കളയാൻ വരട്ടെ. നിങ്ങൾ ഒരു യൂറോപ്പ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതോ വിവാഹത്തിന് സ്വർണം വാങ്ങാൻ പണവുമായി ജ്വല്ലറിയിലേക്ക് ഇറങ്ങുകയാണോ? എങ്കിൽ ഒന്ന് നിൽക്കുക. നിങ്ങളുടെ ഓരോ ചെറിയ നീക്കവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന സത്യമാണ് മോദി ചൂണ്ടിക്കാണിക്കുന്നത്. സംഗതി ലളിതമാണ്. കറന്റ് അക്കൗണ്ട് കമ്മി എന്ന ഭൂതം ഇന്ത്യയെ വിഴുങ്ങാതിരിക്കാനുള്ള ഒരു മുൻകൂർ നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്തതോടെ അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില ബാരലിന് $105 മുകളിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ 85% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. അതായത് ഓരോ തവണ എണ്ണവില കൂടുമ്പോഴും ഇന്ത്യയുടെ കൈവശമുള്ള ഡോളർ ശേഖരം വിദേശത്തേക്ക് ഒഴുകും. ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ കളി തുടങ്ങിയാൽ എണ്ണവരവ് നിലയ്ക്കും, വില ആകാശമുയരും. തിങ്കളാഴ്ച മാത്രം സെൻസെക്സ് 1000 പോയിന്റ് ഇടിഞ്ഞത് ഈ ഭീതിയിലാണ്. പെട്രോൾ അടിക്കുമ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ രൂപയും ഒടുവിൽ ചെന്നെത്തുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന വലിയൊരു വിടവിലേക്കാണ്. എണ്ണ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡോളർ ചോർത്തുന്ന രണ്ടാമത്തെ വില്ലൻ സ്വർണമാണ്. 2026 സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യ $69 ബില്യൺ സ്വർണമാണ് ഇറക്കുമതി ചെയ്തത്. ലോകത്ത് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മൂന്നാമതാണ് ഇന്ത്യ. എണ്ണവില ഉയർന്നു നിൽക്കുമ്പോൾ സ്വർണം കൂടി വാങ്ങിക്കൂട്ടിയാൽ രൂപയുടെ മൂല്യം പാതാളത്തിലേക്ക് പോകും. വിദേശ നാണ്യ ശേഖരത്തെയും ഇത് ബാധിക്കും. അതുകൊണ്ടാണ് അടുത്ത ഒരു വർഷത്തേക്ക് അത്യാവശ്യമില്ലാത്ത സ്വർണ്ണ വാങ്ങലുകൾ മാറ്റിവെക്കാൻ മോദി ആവശ്യപ്പെടുന്നത്. മോദിയുടെ ആഹ്വാനത്തിൽ ജ്വല്ലറികളുടെ ഓഹരികളും വൻ തകർച്ചയാണ് നേരിട്ടത്. തായ്ലൻഡ് യാത്രയോ യൂറോപ്പിലെ അവധിക്കാലമോ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമായി തോന്നാം. എന്നാൽ അവിടെയും ഡോളറാണ് പുറത്തേക്ക് പോകുന്നത്. വിദേശത്തെ ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ ഒഴിവാക്കി പണം നാട്ടിൽ ചെലവാക്കാൻ മോദി പറയുന്നത് അതുകൊണ്ടാണ്. ഒപ്പം ഓഫീസിൽ പോകാതെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കോടിക്കണക്കിന് ലിറ്റർ ഇന്ധനം ലാഭിക്കാമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. പൊതുഗതാഗതം ഉപയോഗിക്കുന്നതും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുന്നതും വെറുമൊരു ഫാഷനല്ല, മറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക യുദ്ധത്തിലെ പ്രതിരോധമാണ്. എണ്ണവില കൂടിയാൽ ട്രാൻസ്പോർട്ടേഷൻ ചെലവ് കൂടും. അതോടെ പച്ചക്കറി മുതൽ നിത്യോപയോഗ സാധനങ്ങൾ വരെ വില കൂടും. ഇത് സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് തകർക്കും. കറന്റ് അക്കൗണ്ട് കമ്മി നിയന്ത്രിച്ചില്ലെങ്കിൽ രൂപ ദുർബലമാവുകയും പണപ്പെരുപ്പം നിയന്ത്രണാതീതമാവുകയും ചെയ്യും. ഈ ദുരന്തം ഒഴിവാക്കാനാണ് മോദി നേരിട്ട് രംഗത്തിറങ്ങി ജനങ്ങളോട് ബെൽറ്റ് മുറുക്കാൻ ആവശ്യപ്പെടുന്നത്. ചുരുക്കത്തിൽ മോദിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വരാനിരിക്കുന്നത് വലിയൊരു സാമ്പത്തികാഘാതമായിരിക്കുമെന്ന മുന്നറിയിപ്പാണ് സാമ്പത്തിക വിദഗ്ധരും നൽകുന്നത്. വിദേശയാത്രകളും സ്വർണ്ണാഭരണങ്ങളും തൽക്കാലം മാറ്റിവെച്ച് രാജ്യത്തിനു വേണ്ടി സാമ്പത്തിക സൈനികരാകാൻ ഭാരതീയർ തയ്യാറാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ക്രൂഡ് ഓയിൽ വിലയിലെ കുതിച്ചുചാട്ടത്തിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ കറന്റ് അക്കൗണ്ട് കമ്മിയും ഉയർന്നിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2026 സാമ്പത്തിക വർഷത്തിലെ ഒക്ടോബർ-ഡിസംബർ പാദത്തിലെ കറന്റ് അക്കൗണ്ട് കമ്മി $12.2 ബില്യൺ ആണ്. മുൻ പാദത്തിൽ അത് $11.5 ബില്യൺ ആയിരുന്നു. ക്രൂഡ് ഓയിൽ വില ഉയർന്നു തന്നെ നിന്നാൽ ഇന്ത്യയുടെ ഇറക്കുമതി ബിൽ ഗണ്യമായി കൂടുന്നതിനും ഇത് രൂപയുടെ മൂല്യത്തിനും പണപ്പെരുപ്പത്തിനും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിൽ തുടർന്നാൽ ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക് സ്ഥിരതയ്ക്കും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ടാണ് ഓഹരി വിപണിയിലെ വിൽപ്പനാ സമ്മർദ്ദം വ്യോമയാനം, ഓട്ടോമൊബൈൽ ഉപഭോഗവുമായി ബന്ധപ്പെട്ട ഓഹരികളെയും ബാധിച്ചത്. അത്യാവശ്യമല്ലാത്ത ഡോളർ ഒഴുക്ക് കുറയ്ക്കാൻ ഒരു വർഷത്തേക്ക് അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചിരുന്നു.